സാർ, വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ സഭയിൽ ഉണ്ടായിട്ടുള്ളത്. സാർ, ഇന്നലെ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോ? പ്ലീസ് പ്ലീസ് ഇരിക്കേ. അവരിരുന്നല്ലോ. സാർ, തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് സാർ ഇവിടെ ഉണ്ടായത്. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നതിന് ചില ഭാഷയുണ്ട് സാർ. വളരെ മഹാന്മാരായ ആളുകൾ ഇരുന്നൊരു കസേരയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണം. സാർ, അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സാർ. സാർ, ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ സമര അധ്യായങ്ങൾ എഴുതിച്ചേർന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് KSUവും. അതിന് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട സാർ. ഞങ്ങൾ സമരം നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഏതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇവിടെ സമരം നടത്തിയ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് സാർ? എന്താണ് സാർ? അങ്ങനെയാണ് നമുക്ക് ബഹളമാകാം. അടങ്ങിയിരിക്കൂ. പ്ലീസ് 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 സാർ, പ്ലീസ് 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 അങ്ങ് സംസാരിക്കും. സാർ, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. പ്ലീസ് പ്ലീസ് പ്രദീപ് പ്ലീസ് പ്ലീസ്. ശ്രീ ബഷീർ, അങ്ങേക്കൊന്ന് വാദമാണ്. ശ്രീ ബഷീർ ഇരിക്കെ. തുടരും. സാർ, മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു, വഴിനട യാത്രക്കാരെ തടഞ്ഞു. സാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കണ്ണൂരിൽ പോയപ്പോൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞിട്ടുള്ള ആളുകളാണ് സാർ ഈ വർത്താനം പറയുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞില്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? വാടകയ്ക്കെടുത്ത ആളുകളാണെന്ന് പറയുന്നു. ഇത് DYFI അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. അദ്ദേഹത്തിന് നിലവാരമുണ്ടാകണം. പ്രതിപക്ഷം ചില കാര്യങ്ങൾ ഉന്നയിക്കും. ആ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സർ, സമരക്കാരെ വാടകക്കാരെന്ന് പറയുന്നത് ശരിയാണോ സർ? വളരെ മോശമായി പോയി. അങ്ങയിരിക്കുന്ന കസേരയ്ക്ക് ചേർന്ന നടപടിയല്ല. പിണറായി വിജയൻ ചിലപ്പോൾ ചേർന്നിരിക്കാം. അങ്ങയിരിക്കുന്ന കസേരയ്ക്ക് ചേർന്ന നടപടിയല്ല ഇത്. സാർ, ഇവിടെ വിദ്യാർത്ഥികൾ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നത് ശരിയാണോ സാർ? ഇന്നലെ തിരുവനന്തപുരത്തുണ്ട് 2 തവണയാണ് സാർ പോലീസ് അക്രമം ഉണ്ടായത്. ഇവിടെ ഞങ്ങൾ വാഹനങ്ങൾ കത്തിച്ചില്ല. SFIക്കാരുടെയും DYFIക്കാരുടെ സമരം ഇവിടെ ഉണ്ടായല്ലോ. എത്ര വാഹനങ്ങൾ കത്തിച്ചു? എത്ര സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടായി? എത്ര സർക്കാർ വാഹനങ്ങൾ തല്ലി തകർത്തു? അക്രമം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് സാർ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ ആരും ഞങ്ങൾ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കഴിഞ്ഞ കാലത്ത് SFIയുടെ സമരത്തിൽ എത്ര അക്രമങ്ങൾ ഇവിടെ ഉണ്ടായി? DYFIയുടെ സമരത്തിൽ അക്രമങ്ങൾ ഇവിടെ ഉണ്ടായി സാർ. വളരെ സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടും പാലക്കാടും കൊല്ലത്തും മൃഗീയമായ നിലയിലാണ് സാർ പോലീസ് മർദ്ദിച്ചത്. സാർ, ഇവിടെ പോലീസിന് എന്തും ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണോ? ധാരാളം പ്രവർത്തകന്മാർക്ക് മർദ്ദനമേറ്റു. ധാരാളം പ്രവർത്തകന്മാർ ആശുപത്രിയിലായി. സാർ, ഇന്നലെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞാനും കൂടിയാണ് ആശുപത്രിയിൽ പോയത്. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കാല് തകർന്ന്, കൈ തകർന്ന്, ശരീരമാസകരം മുറിവേറ്റ് കിടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയാണ് സാർ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി അവരെ സന്ദർശിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ആ സംഭവത്തെപ്പറ്റി പോലീസുകാർ എഴുതി കൊടുക്കുന്ന കാര്യം മാത്രമായിരുന്നില്ല അദ്ദേഹം ഇവിടെ വായിക്കേണ്ടത്. വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കണം. ഒരു സമരരംഗത്ത് നിൽക്കുമ്പോൾ ആ സമരരംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രവർത്തകന്മാരെ പോലീസ് അടിച്ചാൽ ആ പോലീസുകാരെ നിലയ്ക്ക് നിർത്താനുള്ള നടപടി ഉണ്ടാകണം. സാർ, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് EP ജയരാജൻ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിൽ ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ചെറുപ്പക്കാരായ പ്രവർത്തകരുടെ തലയ്ക്കടിക്കരുത്, എന്തെങ്കിലും സംഘർഷം ഉണ്ടായാൽ പോലും അടിക്കരുതെന്ന് പറഞ്ഞു. ജയരാജനായിരുന്നു അത് ആവശ്യപ്പെട്ടത്, എന്നോട് കോടിയേരിയായിരുന്നു ആവശ്യപ്പെട്ടത്. സാർ, എന്നെ പോലീസ് ചെയ്യുന്ന കുട്ടികളെ തലക്കടിക്കുന്നു,
പരിക്ക് പറ്റുന്ന കുട്ടികൾക്ക് ഛർദ്ദിക്കുന്നു. വളരെ ഭീകരമായ നരനായാട്ടാണ് ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സാർ അരങ്ങേറിയത്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വാശ്രയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. സാർ, ഇന്നലെ ഞങ്ങൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. ഞങ്ങൾ സഭ സംഘടിപ്പിക്കാനുള്ള ലക്ഷ്യമായിരുന്നില്ല സാർ. ഞങ്ങൾ ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് അങ്ങ് വിളിച്ച ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തു. സമാധാനപരമായി സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹകരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് സാർ. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. അങ്ങ് പറഞ്ഞ അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യമന്ത്രി ചർച്ച ചെയ്യും. ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചു. കഴിഞ്ഞ കാലത്തെ പ്രതിപക്ഷം അങ്ങനെ സഹകരിച്ചിട്ടില്ല സാർ. നിഷേധാത്മകമായ നിലപാടുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സഭാ നടപടികൾ ഞങ്ങൾക്ക് സമീപിക്കാമായിരുന്നു. ഞങ്ങളത് ചെയ്തില്ല. അത് ഞങ്ങളുടെ ദൗർബല്യമായി കാണരുത്. സർക്കാർ അത് ദൗർബല്യമായി കാണരുത്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ പ്രകോപിപ്പിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാർ, അതൊരിക്കലും ഭൂഷണമായ നടപടിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇന്നലെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ എന്തുണ്ടായി സാർ? ഒന്നും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞെടുത്ത് തന്നെ നിന്നു. ഇന്നലെ പങ്കെടുത്ത ആളോട് എന്തെങ്കിലും പുതിയൊരു കാര്യം ആരോഗ്യമന്ത്രിക്ക് പറയാനില്ലായിരുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചത് ഒരു കബളിപ്പിക്കലാണ് എന്നുള്ള കാര്യം പിന്നീടാണ് സാർ മനസ്സിലായത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരോഗ്യമന്ത്രി തയ്യാറായില്ല. സാർ, ഈ പ്രശ്നത്തിൽ ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ്? ധാരാളം പുതിയ മാനേജ്മെന്റുകൾ ഒപ്പിടാൻ വന്നു, അതുകൊണ്ട് സീറ്റ് കൂടി. 25,000-ൽ ധാരാളം ആളുകൾക്ക് പഠിക്കാം. സാർ, ആ 25,000-ന് പഠിക്കുമ്പോൾ 1.5 കോടി രൂപ കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടേണ്ട ദുരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സർക്കാർ മറച്ചു വയ്ക്കുകയാണ്. സാർ, അവർ പറയുന്നുണ്ട്, ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇന്നലെ ചാനലിലൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞു സീറ്റിന്റെ എണ്ണം കൂടി. സാർ, സീറ്റിന്റെ എണ്ണം കൂടിയതിന്റെ അർത്ഥം എന്താണ്? ഈ നാട്ടിൽ കൊള്ളയടിക്കാൻ, വിദ്യാർത്ഥികളെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തു. സാർ, ഉയർന്ന ഫീസ്, അതോടൊപ്പം തന്നെ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി, ഇതെല്ലാം കഴിഞ്ഞ് മെറിറ്റ് സീറ്റ് അട്ടിമറിക്കുന്നു. സാർ, 15ാമത് വരുന്ന ആളിന് കിട്ടാതെ 25,000-ൽ നീറ്റ് ലിസ്റ്റിൽ വന്ന ആളിന് പ്രവേശനം കിട്ടുന്നു. സാർ, ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊള്ള നടത്താനുള്ള പരസ്യമായ ലൈസൻസാണ് ഈ ഗവൺമെന്റ് സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുള്ളത്. മന്ത്രി പറയുമ്പോഴും മുഖ്യമന്ത്രി പറയുമ്പോഴും പറയുന്നത് എന്താണ്? കൂടുതൽ കുട്ടികൾക്ക് 25,000-ന് പഠിക്കാൻ അവസരം കൊടുത്തു. സാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ആവശ്യപ്പെട്ടത് എന്താണ്? കുത്തനെ വർദ്ധിപ്പിച്ച ഫീസാണ്. അത് ഞങ്ങൾ കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർ ഒപ്പിടാഞ്ഞത്. ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? മാനേജ്മെന്റുകളുമായി ചർച്ച നടത്താതെ നിങ്ങളോടൊന്നും പറയാൻ കഴിയില്ല എന്നാണ് ഈ കുട്ടികൾ യൂത്ത് കോൺഗ്രസുകാർ ചർച്ചയ്ക്ക് പോയപ്പോൾ ബഹുമാനിയായ മന്ത്രി പറഞ്ഞത്. മാനേജ്മെന്റുമായി ഒപ്പിട്ടുപോയി. ഇനി അവരെ മാറ്റണമെങ്കിൽ അവരുമായി ചർച്ച ചെയ്യണം. മാനേജ്മെന്റുകളെ പേടിക്കുന്ന ഒരാരോഗ്യമന്ത്രിയായി ശൈല ടീച്ചർ മാറിയല്ലോ എന്നുള്ള ദുഃഖമാണ് സാർ എനിക്കുള്ളത്. സാർ, പരിഹാരത്തെ കാര്യം പറഞ്ഞു. ഇന്നലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലും ഞാൻ ആവശ്യപ്പെട്ടതാണ് പരിഹാരത്തെ ഫീസ് കുറയ്ക്കണം. സാർ, പരിഹാരത്തെ ഫീസിന്റെ കാര്യം എന്താണ്? അത് വളരെ തമാശയാണ് സാർ. 11 ലക്ഷം രൂപയാണ് പരിഹാരം മാനേജ്മെന്റ് തന്നെ NRI ചോദിച്ചത്. നമ്മുടെ ആരോഗ്യമന്ത്രി എന്താ അത് 14 ഉയർത്തി കൊടുത്തു സാർ. പരിഹാരം മാനേജ്മെന്റ് ചോദിച്ച MV ജയരാജൻ ചെയർമാനായുള്ള പരിഹാരം മെഡിക്കൽ കോളേജ് സമിതി ചോദിച്ചതിനേക്കാൾ 2 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരിഹാരത്തെ ഫീസ് കുറച്ചുകൊണ്ട് സ്വാശ്രയ മാനേജ്മെന്റുകളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഈ അവസരം ഉപയോഗിച്ച് MV ജയരാജൻ ചെയർമാനായുള്ള കമ്മിറ്റിക്ക് വാരിക്കോരി ഫീസ് വർദ്ധിപ്പിച്ചു കൊടുത്തത് വഴി സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് നിങ്ങളിവിടെ കൊടുത്തത് സാർ. സാർ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു തലവരിപ്പണം വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഫീസ് ഉയർത്തിയത്. മുഖ്യമന്ത്രി പൊതിഞ്ഞ് സമ്മതിച്ചല്ലോ, അത്രയും നന്നായി. ക്യാപിറ്റേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ ചെവി പൊത്തുന്ന മുഖ്യമന്ത്രി ഇത് പറയണം. പുറം വരവ് നിർത്തി എന്നാണ് പറഞ്ഞത്.
സാർ ഇപ്പോ പുറം വരവുമുണ്ട്, ഉയർന്ന ഫീസുമുണ്ട്, അതോടൊപ്പം തന്നെ ഡിപ്പോസിറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. സാർ എങ്ങനെ ഈ കുട്ടികൾ പഠിക്കും? ഇവിടെ അംഗമായിരുന്ന സമയത്ത് അങ്ങയുടെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല. അങ്ങ് പറഞ്ഞ കാര്യത്തിന്റെ പകുതി പോലും ഞങ്ങളാരും ഇവിടെ പറയുന്നില്ലോ സാർ. ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അറിയണം, പുറം വരവ് നിന്നിട്ടില്ല, അതിപ്പോഴും തുടരുന്നു. മാനേജ്മെന്റുകൾ പുറവും വരവും പിരിക്കുകയാണ്, ഉയർന്ന ഫീസ് വാങ്ങുന്നു, റീഫണ്ടബിൾ ഡിപ്പോസിറ്റ്. സാർ ഇതിനൊന്നും നിയന്ത്രിക്കാൻ ജെയിംസ് കമ്മിറ്റിക്ക് കഴിയില്ല. ജെയിംസ് കമ്മിറ്റി നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ജെയിംസിനെ തന്നെ നാളത്തെ ക്യാബിനറ്റിൽ മാറ്റാൻ പോകുന്നതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും സാർ, ഇവിടെ ഇന്നലെ ഞാൻ ഇവരെ കൗരവരോടാണ് ഉപമിച്ചത്, ഞാൻ ഇന്നവരെ രാക്ഷസന്മാരോട് ഉപമിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. കുട്ടികളെ തല്ലിച്ചതച്ച് ഈ സംസ്ഥാനത്ത് പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാശ്രയ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റായി ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വിലയിരുത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ, അങ്ങയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി എന്നുള്ളതിൽ എനിക്ക് പിണറായി വിജയനോടൊരു അഭ്യർത്ഥനയുണ്ട്. അങ്ങ് ഉപയോഗിച്ച ഭാഷ ഈ സഭയ്ക്ക് യോജിച്ചതാണോ എന്ന് അങ്ങ് അതൊന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി അത് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് അത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി അത് പിൻവലിക്കാതെ ഈ സഭാ നടപടികളുമായി യോജിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി ഞാൻ അങ്ങയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അങ്ങ് ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാർ, ഒരു കാര്യം കൂടി അങ്ങ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു, ആരോ മഷിയെടുത്തറിഞ്ഞ്. സാർ, അതിന്റെ സത്യാവസ്ഥ എന്താണ്? MSFന്റെ കുട്ടികൾ ചിത്രരചനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന മഷിക്കുപ്പി എടുത്ത്, എന്നിട്ട് ഞാൻ അന്വേഷിച്ചു സാർ, ഇന്ന് ദേശാഭിമാനിയിൽ വന്ന കാര്യമാണ്, ഞാൻ അന്വേഷിച്ചു സാർ, അതാണ് ഞങ്ങളുടെ പേരിൽ ഉന്നയിക്കുന്നത്. ഏതായാലും പാലക്കാട്ട് ശിവദാസമേനവന്റെ രക്തമെടുത്ത് മുഖത്ത് വരട്ടിയ NN കൃഷ്ണദാസിന്റെ പാരമ്പര്യം യൂത്ത് കോൺഗ്രസിനില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് സാർ, ബഹുമാനായ മുഖ്യമന്ത്രി ഈ സഭയിൽ നടത്തിയ ഈ പരാമർശം പിൻവലിക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെടണമെന്ന് ഞാൻ ബഹുമാനായ സ്പീക്കറോട് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് സാർ. യെസ്, വാക്കൗട്ടാണോ? അല്ല, അങ്ങ് പറയട്ടെ, ഈ കാര്യത്തിന് മറുപടി പറയണം. സഭയുടെ അന്തസ്സിന് യോജിക്കാത്ത പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ത് പ്രസംഗിക്കണം, എന്ത് പറയണമെന്ന് മുഖ്യമന്ത്രി എന്തും പറയാൻ പറ്റില്ല സാർ. നിർവാഹമില്ല. മുഖ്യമന്ത്രിക്ക് എന്തും പറയാൻ പറ്റില്ലല്ലോ. ഈ ഷാഫി പറമ്പിലിന്റെ പ്രസംഗത്തിലും വ്യക്തിപരമായ ആളുകളെ എടുത്ത് പേരെടുത്തിട്ടൊക്കെ അല്ലല്ല, മുഖ്യമന്ത്രി എന്തും പറയുന്നില്ല. എന്ത് പറയണമെന്ന് എനിക്ക് നിർദ്ദേശിക്കാൻ നിർവാഹമില്ല. അല്ല, മുഖ്യമന്ത്രി നിർവാഹമില്ല സാർ. സഭാ നടപടികൾക്ക് അങ്ങയുടെ പ്രസംഗത്തിൽ രാക്ഷസന്മാരുമായിട്ട് ഉപമിച്ചു. അതൊരു ഉപമയാണ് സാർ. അതാ ഉപമയല്ലല്ലോ ഇത്. നിങ്ങളുടെ പ്രസംഗത്തിൽ എന്ത് നടത്തണമെന്ന് പറയാൻ ചെയറിന് അധികാരമില്ല. ചെയർ അത് പരിശോധിക്കാൻ തയ്യാറാകണം. സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ അങ്ങ് തയ്യാറാകണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിൻവലിക്കാൻ തയ്യാറാകണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം. ചെയറിന് നിർവാഹമില്ലാത്ത കാര്യം ചെയറിനോട് ആവശ്യപ്പെട്ടു. ചെയർ രേഖയെന്ന് പരിശോധിക്ക, ചെയർ രേഖയെന്ന് പരിശോധിക്ക, മുന്നോട്ട് രേഖയെന്ന് പരിശോധിക്ക, ചെയർ രേഖ പരിശോധിക്കാമെന്ന് ഞാൻ പറയൂ. നിയമസഭയിൽ നടത്തുന്ന പ്രസംഗങ്ങൾ വ്യക്തികളുടെ പേര് പരാമർശിച്ചിട്ടും പല നിലയിലും പലരും നടത്താറുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ തന്നെ രാവിലെ നടത്തിയ പ്രസംഗത്തിൽ ഈ സഭയിൽ ഇരിക്കുന്ന പലരെ കുറിച്ചും പലതും പറഞ്ഞു. ആരെ പറ്റിയും പറഞ്ഞില്ല. ആരെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു. എന്ത് പ്രസംഗിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ നിർവാഹമില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. അങ്ങയുടെ പ്രസംഗത്തിലോ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലോ എന്ത് പ്രസംഗിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ നിർവാഹമില്ല എന്ന് ചെയർ അറിയിക്കുന്നു. പക്ഷേ സഭയുടെ അന്തസ്സിന് യോജിച്ച നടപടി അല്ലെങ്കിൽ അങ്ങ് നീക്കം ചെയ്യേണ്ടതല്ലേ? ഓർഡർ. അത് സഭാ നടപടി നീക്കം ഓർഡർ. നിങ്ങൾ സീറ്റിലേക്ക് പോകണം. നിങ്ങൾ സീറ്റിലേക്ക് പോകണം. പ്ലീസ് സീറ്റിലേക്ക് പോകണം.